Hello my dear 10th class students. How are you? എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് how to find the zeros of a given polynomial. You are given sum of its zeros. നിങ്ങൾക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടാകും? 2. That means ഡിഗ്രി 2 ആണെങ്കിൽ മാക്സിമം 2 സീറോസ്. ഡിഗ്രി 3 ആണെങ്കിൽ മാക്സിമം 3 സീറോസ്. ഡിഗ്രി 4 വന്നാലോ 4 സീറോസ് ഉണ്ടാകും. ചിലപ്പോൾ സീറോസ് സെയിം ആയിട്ടും വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാൻ തോന്നിയത്. 2008 ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കാണിത്. ആ വർഷം തുടങ്ങി എല്ലാ ബോർഡ് എക്സാമിനും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യനിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ ഒരിക്കലും പോകരുത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ 9th റിമൈൻഡർ തിയറും ഫാക്ടർ തിയറും പഠിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ച് തരാം. അതായത് 2 ഈസ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ ആണെങ്കിൽ എക്സ് മൈനസ് 2 അതിൻ്റെ ഫാക്ടറാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ -1 സീറോ ആണെങ്കിലോ x+1 അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഫാക്ടറായിട്ട് എടുക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ √2 0 ആണെന്ന് പറഞ്ഞാൽ x മൈനസ് √2 അതിൻ്റെ ഫാക്ടർ. -√2 0 എന്ന് പറഞ്ഞാൽ x+√2 അതിൻ്റെ ഫാക്ടറായിട്ട് എടുക്കുക. ഇനി ഇത് രണ്ടും ഫാക്ടർ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റും അതിൻ്റെ ഫാക്ടർ ആയിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 12 എന്നൊരു നമ്പർ 2, 3 ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണല്ലോ. 2 × 6 12 ആണ്, 3 × 4 അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. അങ്ങനെ വന്നാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് എത്രയാണ്? 6 ഇതിൻ്റെ ഫാക്ടർ അല്ലേ? ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നൗ വി ക്യാൻ ഫൈൻഡ് ദ സീറോസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതേണ്ടത് ഇങ്ങനെ എഴുതുക: x+√2 × x മൈനസ് √2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? വാട്ട് ഈസ് ദ ഐഡൻറ്റിറ്റി യൂസ്ഡ് ഹിയർ? a + b × a - b. ദാറ്റ് ഈസ് a² മൈനസ് √2 സ്ക്വയർ ഈസ് 2 is a factor of p of x എന്ന് എഴുതണം. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നൗ ഡിവൈഡ്. ഫാക്ടർ ആണെങ്കിൽ ഇതിനെ x² - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുക. 2x⁴ - 3x³ - 3x² + 6x - 2 divided by x² - 2. ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്താ നോക്കേണ്ടത്? ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ അല്ലയോ എന്നാണ്. സ്റ്റാൻഡേർഡ് ഫോമിലല്ലേ? ഡിഗ്രി 4 3 2 1 0. ഇറ്റ് ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ നമുക്കിനി ഡിവിഷൻ തുടങ്ങാം. 2x⁴ a² is 2x². -2 × -2x² is -4x², റൈറ്റ്? സബ്ട്രാക്ട് ചെയ്യും, 0 ആകുന്നു. ഇവിടെ സൈൻ മാറ്റി ആഡ് ചെയ്യുക. ദിസ് ഇസ് -3x³ പ്ലസ് +4 - 3. സോ ഇറ്റ് ഇസ് +1x². അടുത്ത ടേംസ് എടുക്കുന്നു. ഡിവിഷൻ ഓൾറെഡി മനസ്സിലായല്ലോ അല്ലേ? -3x³ ഡിവൈഡ് ബൈ a² is -3x. ഓക്കെ, -2 × -3 ഇറ്റ് ഇസ് +6x. സബ്ട്രാക്ട് ചെയ്യുക. ഈ ടേം ക്യാൻസലായി, ഇതും ക്യാൻസലായി, ബിക്കോസ് രണ്ടും സെയിം ആണ്. നൗ x² - 2. കറക്റ്റ് ആണല്ലോ? x² ഡിവൈഡ് ബൈ x² is +1. പോസിറ്റീവ് ആണ്. -2 × +1 is -2. സി x² 0 ആയി, 0. സോ ദ റിമൈൻഡർ ഇസ് 0. അപ്പോൾ നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് നോക്കൂ, 2 ഡിഗ്രിയിലാണ്. 2 ഡിഗ്രി കോഷ്യൻ്റ് ഹാസ് 2 സീറോസ്. അപ്പോൾ ഇതിനെ പോയി ഇനി ഫാക്ടറൈസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ അതർ 2 സീറോസ്. ഇതിപ്പോൾ ഞാൻ മൈക്കാണ്, നമുക്കതെടുത്ത് ഈ കോഷ്യൻ്റ് ആണ് ഇനി നമ്മൾ സീറോസ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നു. ദിസ് ഇസ് ദ കോഷ്യൻ്റ് വി ഗെറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കാണാനുള്ള ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് +2 സം -3 വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ സ്മോൾ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ നമ്പേഴ്സ്? -2 -1 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. +2 ആഡ് ചെയ്യുമ്പോൾ -3. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതണം ഇവിടെ. അതല്ല MCQ ക്വസ്റ്റ്യൻ, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു ടെക്നിക്ക് ഉണ്ട് ഇതിനകത്ത്. അത് ഞാനിവിടെ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ഫാക്ടേഴ്സ് -2 -1 ആണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ എഴുതുക. ദാറ്റ് ഈസ് +2 +1. എന്നിട്ട് ഈ നമ്പേഴ്സിനെ x² കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്വിക്കായിട്ട് നമുക്ക് സീറോസ് കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾക്കത് 1 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാം, കുഴപ്പമില്ല, കാരണം നമ്മൾ അവിടെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇവിടെ നിങ്ങളത് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതിക്കോളൂ. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഈസ് 1 1/2. ഇത് തന്നെ വരുന്നു നമുക്ക് നോക്കാം. നോക്കൂ, അപ്പോൾ ഇവിടെ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. 2x² - 2x
minus 1x minus x plus 1 equal to 0. Now grouping 2x square minus 2x in a group. ഈ നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ ഇതാണ് മിക്കവരും തെറ്റിക്കുന്നത്. ഞാൻ എപ്പോഴും ഇത് പറയുന്നുണ്ട്, ബ്രാക്കറ്റിനകത്ത് സൈൻ മാറ്റാൻ മറക്കരുത്. നൗ ടേക്ക് കോമൺ 2x ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. Now take x minus 1 common into 2x minus 1 equal to 0. This means either x minus 1 equal to 0, so x equal to positive 1, or 2x minus 1 equal to 0, then x equal to positive 1 by 2. These are the other two zeros. That is 1 1 by 2. കണ്ടോ? അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇത്രയും സമയം കളയാതെ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ടെക്നിക്ക് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ MCQ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റിന് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോപ്പി അടിച്ച് വെച്ചതാണെന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ. എനിവേ എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു, അപ്പോൾ യു ഹാവ് ടു റൈറ്റ് അതർ 2 zeros ആർ, ഇതാണ് നമ്മുടെ ആൻസർ. ഇതല്ലേ നമുക്ക് ചോദിച്ചിരുന്നത്. അതർ 2 zeros ആർ 1 by 2 and 1. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ തുറന്നിട്ട് ഇനി സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നിന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായൊരു തീരുമാനമല്ല. അങ്ങനെ അവർ ചെയ്യത്തില്ല. നിങ്ങൾ സ്കൂൾ തുറന്ന് സ്കൂളിൽ ചെന്ന ഉടനെ പിന്നെ എടുക്കുന്നത് അടുത്ത പോർഷൻസ് ആയിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുവരെയുള്ള പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 2.3 തേർഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ, ഇത് എത്ര ഡിഗ്രി പോളിനോമിയല? 4 ഡിഗ്രിയാണ്. അപ്പോൾ എത്ര സീറോസ് ഉണ്ടാവും? 4 zeros. ഓൾറെഡി 2 zeros തന്നിട്ടുണ്ട്, √5/3 ആൻഡ് -√5/3. അപ്പോൾ ഇത് 2 zeros ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? സോ യു ഫസ്റ്റ് റൈറ്റ് പി ഓഫ് എക്സ്. ആ ഗിവൻ പോളിനോമിയൽ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. 3x⁴ പ്ലസ് 6x³ മൈനസ് 2x² മൈനസ് 10x മൈനസ് 5. ഇതാണ് പി ഓഫ് എക്സ്. അല്ലെങ്കിൽ പി ഓഫ് എക്സ് എഴുതുന്നതിന് പകരം ഫുൾ ഇങ്ങനെ എഴുതേണ്ടി വരും ഓരോ ടൈമിലും. ഓക്കെ, ഇത് നമ്മൾ എന്ത് എഴുതണം? എക്സ് പ്ലസ് √5/3 ആൻഡ് എക്സ് മൈനസ് √5/3 ആർ ഇറ്റ്സ് ഫാക്ടേഴ്സ്. സോ എക്സ് പ്ലസ് √5/3 ഇൻറ്റു എക്സ് മൈനസ് √5/3, that is equal to, this is also a plus b into a minus b. What is it? a square minus b square is √5/3 square is 5/3. ഇതിനെ നമുക്ക് ഒന്നുകൂടി ഫ്രാക്ഷൻ മാറ്റി എഴുതാനായിട്ട് LCM കൊണ്ട് 2 സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3x² മൈനസ് 5. ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ. എസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ഓക്കെ, ഇങ്ങനെ എഴുതുക. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a² മൈനസ് ബി സ്ക്വയർ മിക്കപ്പോഴും വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഫാക്ടറാണെന്ന് പറഞ്ഞു. ഇത് ഫാക്ടർ ആണെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? റിമൈൻഡർ 0. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3x⁴ പ്ലസ് 6x³ minus 2x² minus 10x minus 5 divided by 3x² minus 5. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോമിലാണോ? ആണല്ലോ. 4 3 2 1 0. കറക്റ്റ്, ഇറ്റ് ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ നമുക്ക് നേരെ ഡിവിഷൻ ചെയ്യാം. 3x⁴ by 3x². അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കൺഫ്യൂഷനുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എഴുതി നോക്കി ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ 3 3 ക്യാൻസൽഡ്, 4 - 2 2. അങ്ങനെ എന്ത് കിട്ടും നമുക്ക്? x² എന്ന് കിട്ടും. സോ അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. അടുത്ത സ്റ്റെപ്പ് എന്താ? -5 ഇൻറ്റു x², -5x². ക്യാൻസലായി. വീണ്ടും 6x³ ഇത് പ്ലസ് ആകും. ഇറ്റ് ഇസ് പ്ലസ് 5 - 2 എത്രയായി? പ്ലസ് 3x². അടുത്ത ടേംസ് എടുക്കുക, -10x - 5. റൈറ്റ്, 6x³ divided by 3x². 6ഉം 3ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ യു ഗെറ്റ് 2. s³ by x² is എത്ര വരും? 3 - 2 1x. സോ ഇറ്റ് ഇസ് പ്ലസ് 2x. സൈൻ 6/3 പോസിറ്റീവ് ആണല്ലോ രണ്ടും. സോ യു ഗെറ്റ് 2x. അപ്പോൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ, നൗ -5 ഇൻറ്റു 2x is -10x. സബ്ട്രാക്ട് ചെയ്യാം. ഈ ടേം 0 ആയി. ദിസ് ഓൾസോ ബിക്കം 0 ബിക്കോസ് ഇറ്റ് ഇസ് സെയിം ടേം ആണ്. അടുത്തത് 3x² മൈനസ് 5. 3x² ഡിവൈഡഡ് ബൈ 3x². ഒരു ടേമിന് അതേ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഇസ് 1 ആണ്. സോ ഇറ്റ് ഇസ് പ്ലസ് 1. അഗെയിൻ -5 ഇൻറ്റു +1 ഇസ് -5. സോ ഇതും 0 ആയി, ഇതും 0 ആയി. സോ വി ഗെറ്റ് ദ റിമൈൻഡർ 0.
ഇത് ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ 0 വന്നേ പറ്റൂ. ദാറ്റ് ഇസ് കറക്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് കിട്ടുന്നത് എപ്പോഴും 2 ഡിഗ്രിയിലായിരിക്കും. ബിക്കോസ് ഇത് 4 ഡിഗ്രിയിലേ വന്നത്. അപ്പോൾ 4 ഡിഗ്രീനെ 2 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ഡിഗ്രി ക്വസ്റ്റ്യൻ്റെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ആ 2 ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യുക? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമോ, അതായത് ഫാക്ടറൈസ് ചെയ്തിട്ട് അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കത് ചെയ്യാം. ഇനി അപ്പോൾ സീറോസ് കണ്ടുപിടിക്കാനുള്ള എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേറ്റ് ടു 0. ദിസ് ഇസ് വെരി സിമ്പിൾ. പ്രോഡക്റ്റ് 1ഉം സം പ്ലസ് 2 വരുന്ന നമ്പേഴ്സ്, അതേതൊക്കെയാണ്? പ്രോഡക്റ്റ് പോസിറ്റീവ് 1ഉം സം പ്ലസ് 2 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് 1ഉം സം പ്ലസ് 2 വരുന്ന നമ്പേഴ്സ്. പ്രോഡക്റ്റ് 1 വരുന്നത് ആകെ ഏത് നമ്പേഴ്സേ ഉള്ളൂ? 1ഉം 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 ആഡ് ചെയ്താൽ പോസിറ്റീവ് 2 ആയില്ലേ? സോ യു ക്യാൻ റൈറ്റ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. സോറി, പ്ലസ് 1 അല്ലേ? എക്സ് പ്ലസ് 1 രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ? സോറി. ഇറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ സമ്മ് 2ഉം പ്രോഡക്റ്റ് 1ഉം വരുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. ഓർ യു ക്യാൻ, അല്ലെങ്കിൽ ഇത് വേറൊരു ഐഡൻറ്റിറ്റിയും കൂടെ ഉണ്ട്. ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിൻ്റെ, കാരണം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്പേഴ്സ്. സോ ഇവിടെ രണ്ടും സെയിം ഫാക്ടറാണ് കിട്ടിയിരിക്കുന്നത്. സോ എക്സ് ഈക്വൽ ടു -1 ആണ്, ഇവിടെയും എക്സ് ഈക്വൽ ടു -1 ആണ്. രണ്ടും സെയിം സീറോസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ഫൈൻഡ് ദ അതർ 2 zeros are. Other 2 zeros are -1 and -1. This is the answer. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വേറെ 2 ക്വസ്റ്റ്യൻസ് ബുക്കിലില്ലാത്ത നമുക്ക് ചെയ്താലോ? അതുപോലെ സീറോസ് കാണുന്ന വേറൊരു ക്വസ്റ്റ്യനാണിത്. നിങ്ങളുടെ ബുക്കിലെ ക്വസ്റ്റ്യൻ അല്ല. നോക്കൂ, എഫ് ഓഫ് എക്സ് ഇതാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഇൻ ഡിഗ്രി 4 ആണ്. അപ്പോൾ 2 zeros are -2 and -1. അപ്പോൾ -2 -1ഉം സീറോസ് ആണെങ്കിൽ ഏതൊക്കെ ആയിരിക്കും ഫാക്ടേഴ്സ്? എക്സ് പ്ലസ് 2, പിന്നെ മറ്റത് എക്സ് പ്ലസ് 1. അപ്പോൾ സോ ഇറ്റ്സ് പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. അതിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്ന് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. വാട്ട് ഈസ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് എസ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. സോ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ദാറ്റ് ഇസ് 3x പ്ലസ് എ ബി 2 ഇൻറ്റു 3 2 ഇസ് എ ഫാക്ടർ ഓഫ് ഇവിടെ പി ഓഫ് എക്സ് എന്നല്ല തന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ്. സോ യു റൈറ്റ് എഫ് ഓഫ് എക്സ്. ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ എന്ത് വരും? 0 വരും. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ പോളിനോമിയൽ? 2x raised to 4 plus x cube minus 14x square minus 19x minus 6 divided by x. What is the divisor? x square plus 3x plus 2. ഓക്കെ, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ചേർന്ന് എഴുതിയാലേ നമുക്കിവിടെ സ്പേസ് ഇല്ല. ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, നൗ വി ക്യാൻ ഡിവൈഡ്. ഇത് സ്റ്റാൻഡേർഡ് ഫോമില ആണോ? ഡിഗ്രി 4 3 2 1 0. ഓക്കെ, ഇറ്റ് ഇസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. 2x raised to 4 by x square is 2x square, right? 2x raised to 4. Now multiply 3x into 2x square is 6x cube plus 6x cube. 2 into 2x square is plus 4x square. Right, like terms എഴുതി. ഇത് 0 ആയി. പ്ലസ് 6 എന്താവും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -6ഉം +1. ഇറ്റ് ഇസ് -5x cube. ഇവിടെയോ സൈൻ മാറും, ഇവിടെയും മൈനസ് ആകും. മൈനസും എങ്ങനെ ആഡ് ചെയ്യേണ്ടത്? മൈനസ് തന്നെയാണ്. -18x square -19x -6. ഓക്കെ, അഗെയിൻ -5x cube divided by x square is -5x. 3x into -5x is 3 into 5 15. സൈൻ എന്താ വരുന്നത്? നെഗറ്റീവാണ്. അപ്പോൾ -15x square. 2 into -5x is -10x, right? ഇത് ക്യാൻസലായി, ഇത് പോസിറ്റീവ് അല്ലേ? അപ്പോൾ +15ഉം -8ഉം -3x square. ഇവിടെയും സൈൻ മാറ്റുക. ബിഗർ നമ്പർ ഇസ് നെഗറ്റീവാണ്. സോ ഇറ്റ് ഇസ് -9x -6. -3x square divided by x square is -3. Plus 3x into -3 is -9x. Okay. 2 into -3 is -6. So all എല്ലാം cancel ആയി, get the remainder 0 because this is a factor of f of x ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തേ വരാൻ പാടുള്ളൂ? 0 വന്ന്. അപ്പോൾ we get a quotient as a quadratic
പോളിനോമിയലാണ്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഇനി നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ വി ഗെറ്റ് 2 zeros. സോ ഫൈൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇസ് ഈക്വൽ ടു 0 എടുക്കുക. ഫൈൻഡ് 2 numbers, പ്രോഡക്റ്റ് -6. ഇങ്ങനെ എടുക്കേണ്ടത് പ്രോഡക്റ്റ് -6ഉം സം -5 വരുന്ന നമ്പേഴ്സ്. ഏതൊക്കെ നമ്പേഴ്സ്? പ്രോഡക്റ്റ് -6ഉം സം -5 വരുന്ന നമ്പേഴ്സ് പറയൂ. ഏതൊക്കെയാ? പ്രോഡക്റ്റ് -6. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇതിൽ ഭയങ്കര ഡൗട്ടാണ് ഏതൊക്കെ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? -2, -3 ഇതൊക്കെ എഴുതി നോക്കും, നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കും, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ +6 വരത്തുള്ളൂ. അപ്പോൾ ഈ നമ്പർ അല്ല. ഇത് മിക്ക കുട്ടികളും ഈ ഒരു ക്വസ്റ്റനിൽ ഇത് തെറ്റിച്ച് എഴുതാറുള്ളതാണ്. അതാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ വരത്തുള്ളൂ? ഇറ്റ് ഈസ് -6ഉം +1 ഒന്ന് നോക്കൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6, ആഡ് ചെയ്യുമ്പോൾ -5 വരുന്നില്ലേ? സോ ദ നമ്പേഴ്സ് ആർ -6 ആൻഡ് +1. ഇതിൽ ഒരുപാട് കൺഫ്യൂഷനുള്ള മിക്കവരും ഇത് തെറ്റിക്കാറുണ്ട്. അതാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക. 2x² -6x + 1x, ദാറ്റ് ഇസ് x -3 = 0. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്പേഴ്സ് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ഇടുക. ദാറ്റ് ഇസ് +6ഉം -1ഉം ഇടുക. അതിനെ കോഎഫിഷ്യൻ്റ് ഓഫ് x² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് സീറോസ് കിട്ടും. നോക്കൂ, 6/2 3ഉം ഇത് -1/2. ഇത് തന്നെയാണോ നമുക്ക് കിട്ടുന്നത് നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x കോമൺ ആയി. 2x × x - 3 + 1 × x - 3 = 0. Again x - 3 × 2x + 1 = 0. So x - 3 0 ആകുമ്പോൾ x = 3. 2x + 1 = 0 ആകുമ്പോൾ x = എന്താ വരുന്നത്? -1/2. റൈറ്റ്? സി ദ സീറോസ് ആർ കറക്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ MCQ മാത്രം അപ്ലൈ ചെയ്താൽ മതി, ഈ ക്വിക്ക് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ അതർ 2 zeros. യു ക്യാൻ റൈറ്റ് the zeros are given zeros കൂടെ ചേർത്ത് എഴുതണം. obtain all other zeros ആണെങ്കിൽ you can write other zeros are 3 and -1/2. find all the zeros എന്നാണെങ്കിൽ you have to write zeros are -2, -1, 3 and -1/2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സീറോസ് കാണുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെല്ലാം തന്നെ ഏതാണ്? 4 ഡിഗ്രിയാണ്. സോ ഇറ്റ് ഹാസ് 4 zeros. നമുക്കൊരു 3 ഡിഗ്രിയുടെ ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ f(x) തന്നിരിക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 3 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇറ്റ് ഹാസ് 3 zeros. ഓൺലി 1 zero is given. അപ്പോൾ റിമൈനിങ് 2 zeros ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ. ഡിവൈഡ് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് വി റൈറ്റ് ദ പോളിനോമിയൽ f(x) = x³ + 13x² + 32x + 20. ഇങ്ങനെ എഴുതുക. നൗ -2 0 ആണെങ്കിൽ ഏത് ഫാക്ടറായിട്ട് വരും? x + 2. അപ്പോൾ x + 2 is a factor of f(x). ഇങ്ങനെ എഴുതുക. x + 2 is a factor ആണെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വിൽ ബി 0. ഓക്കെ, ലെറ്റ് us check. x³ + 13x² + 32x + 20 divided by x + 2. Divide x³ is x². x³ 2 × x² is +2x². സബ്ട്രാക്ട് ചെയ്യൂ. ഈ ടേം 0 ആയി. 13 - 2 എത്രയാ? 11. യെസ്, 11 + 2 11x². അടുത്തത് +32x + 20. Again 11x² is 11x + 11x 11x². 2 × 11 22x, right, plus 22x. സബ്ട്രാക്ട് ചെയ്യുക. ഈ ടേം 0 ആകുന്നു. 32 - 22 is 10x + 20. 10x divided by x is +10. 10x. Again 2 × 10 is 2 × 10 20, right. See, the remainder is 0. അപ്പോൾ റിമൈൻഡർ 0 കിട്ടിയാൽ അവർ ആൻസർ ഇസ് കറക്റ്റ് എന്നാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആരാണ് ഇവിടെ? ക്വസ്റ്റ്യൻ ഇസ് x² + 11x + 10. അതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് 2 zeros ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നൗ ഇക്വേറ്റ് വിത്ത് 0. പ്രോഡക്റ്റ് 10ഉം സം 11ഉം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് വെരി ഈസി. 10 and 1. 1 × 10 10 10 + 1 11. So it is very easy. x + 10 × x + 1 are the factors. So x = പോസിറ്റീവ് ആണ് കേട്ടോ. -10ഉം ഇവിടെ ഒരു 0 -1ഉം കിട്ടും. ദീസ് ആർ ദ അതർ 2 zeros. അപ്പോൾ ഒബ്റ്റെയിൻ ഓൾ zeros. ആൻസർ കൊടുക്കുക. ആൻസർ എങ്ങനെ എഴുതേണ്ടത്? zeros are -10, -1 and ഒരെണ്ണം ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, -2.
ദീസ് ആർ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വീണ്ടും നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ ചെയ്ത് നോക്കണം. ബിക്കോസ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനില്ലേ, ഡിവിഷൻ ആൽഗോരിതം ബേസ് ചെയ്തുള്ള, അത് ചെയ്താൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് 4th ക്വസ്റ്റ്യൻ എക്സസൈസ് 2.3. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉള്ളത്, ഈ വർഷത്തെ അതായത് 2020 ബോർഡ് എക്സാം പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നുള്ളത് ഉറപ്പായല്ലോ. സെയിം ക്വസ്റ്റ്യൻ വിത്ത് സെയിം നമ്പേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിവിഷൻ ആൽഗോരിതം പഠിച്ചു. പോളിനോമിയൽസിന് ഡിവിഷൻ ആൽഗോരിതം ആപ്ലിക്കബിൾ ആണ് അല്ലേ. പി ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ അപ്പോൾ ഈ ആദ്യം ഗിവൺ എല്ലാം നമ്മൾ എഴുതി വയ്ക്കുക. ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് ഗിവൺ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ തന്നിട്ടുണ്ട്. കോഷ്യൻ്റ് ക്യൂ ഓഫ് എക്സ് ഇസ് എക്സ് മൈനസ് 2. പിന്നെ റിമൈൻഡർ എന്താ തന്നിരിക്കുന്നത്, മൈനസ് 2x പ്ലസ് 4 ആണ് ഇവിടുത്തെ റിമൈൻഡർ. സോ യു ക്യാൻ റൈറ്റ് ആർ ഓഫ് എക്സ്, ഇതെല്ലാം ഗിവൺ ആണ്, മൈനസ് 2x പ്ലസ് 4. നമ്മൾ എന്താ ഇതിൽ ഫൈൻഡ് ചെയ്യേണ്ടത്, ജി ഓഫ് എക്സ് ഇല്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ജി ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡിവിഷൻ ആൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് എഴുതാം. വി ക്യാൻ റൈറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു വാട്ട് ഈസ് പി ഓഫ് എക്സ്, ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ഇതാണല്ലോ ഡിവിഷൻ ആൽഗോരിതം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അതിനകത്ത് പി ഓഫ് എക്സ്. ഇനി ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഇതിന് ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എങ്ങനെ എഴുതിയിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ ആദ്യം പ്ലസും മൈനസും വന്ന് അതാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, പ്ലസ് ആർ ഓഫ് എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. ഫസ്റ്റ് റൈറ്റ് പി ഓഫ് എക്സ് മൈനസ് ആർ ഓഫ് എക്സ്, ദെൻ വി ഗെറ്റ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ഞാൻ ഈ എല്ലാ സ്റ്റെപ്പും കാണിക്കുന്നത് ഈ ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഡിവിഷൻ ചെയ്താലേ നമുക്ക് ജി ഓഫ് എക്സ് കിട്ടത്തുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് പി ഓഫ് എക്സ് മൈനസ് ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ ദിസ് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ജി ഓഫ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ഏതെങ്കിലും 3 വാല്യൂ തന്നിട്ട് ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് തരാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ ജി ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്, പി ഓഫ് എക്സ് മൈനസ് ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലോ, പി ഓഫ് എക്സ് കയ്യിലുണ്ട്, ക്യൂ ഓഫ് എക്സ് എല്ലാം കയ്യിലുണ്ട്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് പി ഓഫ് എക്സ് മൈനസ് ആർ ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് എക്സ് ഇസ് എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 2 മൈനസ് ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ് ഇസ് മൈനസ് 2x പ്ലസ് 4 ആണ്, ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. The whole divided by q of x. Q of x is x minus 2. Then you get g of x. Okay. അപ്പോൾ ആ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. Now simplify. Okay. ഇവിടെ ഈ മൈനസ് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ നേരെ ഓപ്പോസിറ്റ് ആകും. ബിക്കോസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇത്ര ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തൊന്നും പോയി സമയം കളയേണ്ട കാര്യമില്ല. ഇങ്ങനെ നെഗറ്റീവ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഒന്നിലധികം ടേം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സൈൻ നേരെ ഓപ്പോസിറ്റ് ഇടുക, അങ്ങ് പോവുക, സമയം കളയണ്ട. സോ എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 2 ഇതെന്താകും, പ്ലസ് 2x. ഈ ടേം മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. റൈറ്റ്, ഇനി സിംപ്ലിഫൈ ചെയ്യും ലൈക്ക് ടേംസ് എക്സും 2x. സോ യു ഗെറ്റ് എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x പോസിറ്റീവ് 2 നെഗറ്റീവ് 4 ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ ഇതിനെ എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ആൻസർ. അപ്പോൾ ഡിവിഷൻ ചെയ്താലോ നമുക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ജി ഓഫ് എക്സ് കിട്ടാനായിട്ട്. സോ എക്സ് ക്യൂബ് ബൈ എക്സ് ഇസ് x². നെഗറ്റീവ് 2 ഇൻറ്റു x² ഇസ് നെഗറ്റീവ് 2x². റൈറ്റ്, 0 പോസിറ്റീവ് ആയി നെഗറ്റീവ് 1 x² പ്ലസ് 3x മൈനസ് 2. അഗെയിൻ മൈനസ് 1 x² ബൈ x ഇസ് മൈനസ് x. റൈറ്റ്, മൈനസ് 1 x². Now negative 2 into negative x, it is positive 2x. Negative to negative positive, right? Positive 2x. 0. The sign മാറ്റുമ്പോൾ ഇവിടെ എന്ത് വരും, x minus 2, right? Positive negative, right? x by x is plus 1 x. Minus 2 into positive 1 is minus 2. So the remainder is 0. This is the quotient, okay? This is g of x. സോ ജി ഓഫ് എക്സ് നമ്മൾ ആൻസർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ജി ഓഫ് എക്സ് ആണ്. സോ ആൻസർ എന്ന് എഴുതിയിട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു x² മൈനസ് എക്സ് പ്ലസ് 1. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്
ഈ ക്വസ്റ്റ്യൻ ഇത്തവണത്തെ 2020 ബോർഡ് എക്സാം പേപ്പറിൽ ഉണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് പേപ്പറിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏത് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഏത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അതുകൊണ്ട് ബുക്കിലെ ക്വസ്റ്റ്യൻസ് പഠിക്കാതിരിക്കരുത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പോളിനോമിയൽസ് ആണ്. അപ്പോൾ പോളിനോമിയൽസിനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. ഞാനിപ്പോൾ അത് ബോർഡിൽ വരച്ച് കാണിക്കുന്നതിനേക്കാൾ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് വെച്ച് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗ്രാഫിൽ നമുക്ക് ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ, ഏത് പോളിനോമിയലും നമുക്ക് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സീറോസ് അതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നോക്കൂ, ഇതൊരു ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫാണ്. ലീനിയർ പോളിനോമിയൽ എന്ത് ഷേപ്പിലാണ് വരുന്നത്? ലൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ലൈൻ എക്സ് ആക്സിസിൽ എത്ര പ്ലേസിൽ കട്ട് ചെയ്തിരിക്കുന്നോ അത്രയും സീറോ തന്നെ ഉണ്ടാവും. നോക്കൂ, എത്ര പ്ലേസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്? 1 പ്ലേസിലാണ്. സോ ഇറ്റ് ഹാസ് 1 0. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരേ ഒരു ക്വസ്റ്റ്യനേ വരത്തുള്ളൂ, ദാറ്റ് ഇസ് നമ്പർ ഓഫ് സീറോസ് എഴുതാനായിട്ട്. ഇപ്രാവശ്യം 2020 ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടു. ഇനി ഇവിടെ നോക്കൂ, ഈ ഫിഗറിൽ നോക്കൂ, ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നോക്കൂ, ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഈ ഷേപ്പിന് പറയുന്ന പേരാണ് പരാബോള. വാട്ട് ഇസ് ഇറ്റ്? പരാബോള എന്ന് പറയും. ഈ പരാബോളിക് ഷേപ്പ് ആരുടെയാണിത്? ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ എത്ര പ്ലേസിൽ കട്ട് ചെയ്തിട്ടുണ്ട്? 2 പ്ലേസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് 2 സീറോസ്. പരാബോള ഐദർ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് വരും, ഇതുപോലെ വരും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്, ദാറ്റ് ഈസ് എ നെഗറ്റീവ് ആകുമ്പോഴാണ് ഈ പരാബോള ഇൻവേർട്ട് ഷേപ്പിൽ വരുന്നത്, തിരിഞ്ഞു വരും. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം 2 സീറോസ് ഉണ്ടാകും. സംടൈംസ് ഇറ്റ് ഹാസ് 1 സീറോ ഉണ്ടാകാം. ഇവിടെ നോക്കൂ, ഇപ്പോൾ 1 സീറോയാണ്. ഇനി ഇവിടെ നോക്കൂ, എക്സ് ആക്സിൽ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഹാസ് നോ സീറോസ്. അപ്പോൾ ഇങ്ങനെയും വരാം. സോ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹാസ് മാക്സിമം 2 സീറോസ്. നോ സീറോസ്, 1 സീറോ, 2 സീറോ. ഇനി ക്യൂബിക് പോളിനോമിയലിൻ്റെ കേസ് എടുത്ത് നോക്കൂ. ക്യൂബിക് പോളിനോമിയലിന് മാക്സിമം 3 സീറോസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഗ്രാഫ് നോക്കൂ, ഈ ഗ്രാഫിൽ എഴുതി നോക്കൂ, എത്ര പ്ലേസിൽ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ. 1 2 3, മാക്സിമം 3 സീറോസ് ഉണ്ട്. അപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയലിന് മാക്സിമം 3 സീറോസ് ഉണ്ട്. 0 1 2 3, അങ്ങനെ മാക്സിമം 3 സീറോസ് ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം? ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ എത്ര പ്ലേസിൽ കട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും നമ്പർ ഓഫ് സീറോസ് ഈ ഗ്രാഫിനുണ്ടാകും. അപ്പോൾ ബോർഡ് എക്സാമിന് ആകെ ഒരു ബോർഡെന്നെല്ലാം വേറെ എക്സാമിനാണെങ്കിലും ഈ ഗ്രാഫിൽ നിന്ന് ആകെ ഒരു ക്വസ്റ്റ്യൻ, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അത് ഇതാണ്, നമ്പർ ഓഫ് സീറോസ് ഫ്രം ദ ഗ്രാഫ്. അത് മാത്രമേ ഉള്ളൂ. സോ സിമ്പിൾ. അതാണ് ഞാനത് ആദ്യം അവസാനം പഠിപ്പിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി പോളിനോമിയൽസിലുള്ള ഒരുവിധമുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി എന്ത് ചെയ്യാം? 2020, അതായത് ലാസ്റ്റ് ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പോളിനോമിയൽസിന് എന്താണെന്ന് നോക്കിയിട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പോളിനോമിയൽസിൻ്റെ പോർഷൻസ് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? 2020 പോളിനോമിയൽസിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതെല്ലാവരും ഒന്ന് കാണണം, എഴുതണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.